ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞാൻ എത്തിയിട്ടുള്ളത് ഇതാ പഴുത്ത ചക്ക, കുറച്ച് അരിപ്പൊടി, തേങ്ങ എല്ലാം ഇവിടെ എടുത്ത് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. ഒരു ചക്കയട ഉണ്ടാക്കാനായിട്ട് ഞാൻ പോകുന്നത്. ഇത് ചിലർ മിക്സിയിൽ അടിച്ചിട്ട് അരിപ്പൊടിയിലൊഴിച്ച് എല്ലാം കൂടെ അരച്ച് കുഴച്ച് അങ്ങനെ പരത്തും, അങ്ങനെ ചെയ്യാം, അതും ടേസ്റ്റാണ്. ഞാൻ ഇതിപ്പം ചക്ക എല്ലാം ചെറുതായിട്ട് ഇവിടെ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ശർക്കര ഒരു ഇതുണ്ടോ, ആണിവെല്ലം, ഇത് ഫ്രിഡ്ജിൽ വെച്ചിരുന്നതാണ്, പോയിട്ട് പോയത്. അപ്പോൾ ഇത് രണ്ട് ആണിവെല്ലം ചിരണ്ടി ഇതിലിട്ടിട്ടുണ്ട്. ഒരു 4 ഏലക്ക ഇടിച്ചത്, ഒരു തേങ്ങ, ചെറിയ ജീരകത്തിൻ്റെ പൊടിയായിട്ടത് കേട്ടോ, ഏലക്ക പൊടി. പിന്നെ ഇതെല്ലാം കൂടെ നമുക്ക് ഈ അരിപ്പൊടിക്കകത്തോട്ടിട്ട് മിക്സ് ചെയ്ത്, ഇവിടെ വെള്ളം ഇഡ്ഡലി കുട്ടകത്തിൽ വെള്ളമെല്ലാം തിളച്ചിട്ടുണ്ട്. ഞാൻ പുഴുങ്ങാനുള്ള ഇലയൊക്കെ ഇതിൻ്റെ മുകളിൽ തന്നെ വെച്ച് വാട്ടിയെടുത്തു. അപ്പോൾ പൊട്ടിപ്പോവാതിരിക്കും. അപ്പോൾ ആവശ്യത്തിന് ഇനി ഇത് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇലയെല്ലാം ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതെല്ലാം കൂടെ നമുക്ക് ഈ അരിപ്പൊടിക്കകത്തോട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ അതിന് ആവശ്യത്തിന് ഞാൻ ചൂടുവെള്ളം, ഇവിടെ വെള്ളം തിളച്ച് കിടക്കുകയാണല്ലോ, കുറച്ച് ചൂടുവെള്ളം ഇവിടെ കോരി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരിപ്പൊടിയിലേക്ക് നമുക്കൊരു ശകലം എന്ത് ചെയ്യണം, ഉപ്പും കൂടെ ഇട്ട് കൊടുക്കണം. ഓക്കെ, പൊടിയിലേക്ക് ഒരിച്ചിരി ഉപ്പിട്ട് കൊടുക്കാം. ഇത് വറുത്ത അരിപ്പൊടിയാണ്. ഇതിലേക്ക് ശർക്കര ചീകിയിട്ടത് കൊണ്ട് ഈ ചക്ക എല്ലാം കൂടെ ഒന്ന് ഞരടിയെടുക്കാം കേട്ടോ. കാരണം ഇത് അരിഞ്ഞതാണല്ലോ, മിക്സിയിൽ ഞാൻ അടിച്ചിട്ടില്ലാത്തതുകൊണ്ട് ഒന്ന് ഞരടിയെടുക്കാം. നമുക്ക് അരിപ്പൊടിക്കകത്ത് ഇട്ട അത്രയ്ക്ക് ഈ ചക്കയിലോട്ട് വലിയ പഴുപ്പില്ല, ഒന്ന് ചെറിയ തോതിൽ എന്താ പറയുക പഴുത്തിട്ടുള്ളൂ. അപ്പോൾ ശരിക്കും ഒന്ന് ഞരടി കൊടുക്കണം. ചക്കയും കൂടെ ഇവിടെ ഞരടി എടുത്തിട്ടുണ്ട്. ഇതിന് നമുക്ക് ഈ തേങ്ങ, ഏലക്ക, ജീരകം എല്ലാം, ഇതാണ് സ്ഥലം കൂടുതലുള്ള പാത്രം, കയ്യിലേക്ക് ഇട്ടിട്ട് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരിപ്പൊടിയിലേക്ക് ചേർത്തെടുക്കാം. ഇതെല്ലാം കൂടെ തേങ്ങയും ചക്കയും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് അരിപ്പൊടിക്കകത്തേക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ഇത് കൈ വെച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതാദ്യം മിക്സ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം വെള്ളം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. അല്ല ഈ ചക്കയുടെ നീര് കൊണ്ട് മതിയെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പോരാ, കുറച്ച് വെള്ളം ആവശ്യം ഉണ്ടാവും. കാരണം അരിപ്പൊടി വറുത്തതായതുകൊണ്ട് ഇത് വെള്ളം നല്ലപോലെ വലിച്ചെടുക്കും. നമുക്ക് ഇതെല്ലാം മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ ഇതെന്ത് കണ്ടോ, ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പോൾ കുറച്ച് വെള്ളം നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ചൂടുവെള്ളം കേട്ടോ. കാരണം നമുക്കൊന്ന് പരത്തിയെടുക്കാനൊക്കെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഇതിന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. കൈ പൊള്ളാതിരിക്കും സ്പൂണ് വെച്ചോ എല്ലാം മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളിതെല്ലാം മിക്സ് ചെയ്ത് ഇവിടെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ വെള്ളം നല്ലപോലെ തിളച്ചിവിടെ കിടക്കുകയാണ്. നമുക്കിത് കുറച്ച് ഈ വാഴയുടെ ഇലയ്ക്കകത്തേക്ക് കുറച്ച് എടുത്ത് വെച്ചിട്ട് പരത്തി മടക്കി നമുക്ക് ഇതിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കാം. നമ്മൾ കുറച്ച് മാവെടുത്ത് ഇലയിൽ വെച്ച് പരത്തി ഇതുപോലൊക്കെ മടക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിലേക്ക് വെച്ച് കൊടുക്കാം. അങ്ങനെ ഓരോന്ന് ഇലയെല്ലാം ആവശ്യത്തിന് കട്ട് ചെയ്ത് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് മാവിട്ട് കൊടുക്കുക. ഇതിങ്ങനെ നൈസായിട്ട് പരത്തി കൊടുക്കുക. ഇത് നിങ്ങൾക്ക് ചക്ക മിക്സിയിൽ അടിച്ച് അരിപ്പൊടിക്കകത്തോട്ട് ഒഴിച്ച് അങ്ങനെ കുഴച്ചെടുക്കാം കേട്ടോ.
എനിക്കിത് പുഴുങ്ങി കഴിയുമ്പോൾ എനിക്ക് ഇതിൻ്റെ ഇടയിൽ പഴുത്ത ചക്ക ഒന്ന് കഴിക്കുന്ന ഇഷ്ടമായതുകൊണ്ടാണ് ഞാനിങ്ങനെ അരിഞ്ഞ് എടുത്തിരിക്കുന്നത്. ഇതിന് മടക്കി നമുക്ക് ഒന്ന് പ്രസ് ചെയ്ത് എടുക്കണം. ഇത് ഈ വശം ഒന്ന് അമർത്തി കൊടുക്കണം. വല്ലാതെ അമർത്തി ബലം പ്രയോഗിച്ച് പതുക്കെ പതുക്കെ അമർത്തി കൊടുക്കുക, അല്ലെങ്കിൽ ഇവിടുത്തെ ഇല ഇങ്ങനെ പൊട്ടിപ്പോവും. ഈ രണ്ട് സൈഡും കൂടെ ഒന്ന് മടക്കി ഇങ്ങോട്ട് എടുത്ത് വെച്ച് എന്ത് ചെയ്യുക, ഇതാ ഇങ്ങനെ കുത്തിച്ചാരി വെക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ സൗകര്യത്തിന് ഇത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇങ്ങനെ ഓരോ സൈഡിൽ അടുക്കി ഇതിൻ്റെ ഇടയിൽ ഒരു ലെയർ ഇട്ട് കഴിഞ്ഞ് ഇതിൻ്റെ ഇടയിൽ വല്ല ഒരു 2-3 സ്പൂൺ ഇങ്ങനെ വെച്ച് കഴിയുമ്പോൾ വിടവിൽ ആവി പെട്ടെന്ന് കയറാനായിട്ട് പറ്റും. അങ്ങനെ ഇതെല്ലാം നമുക്ക് എന്ത് ചെയ്യാം, ഇതുപോലൊക്കെ ചെയ്തെടുക്കാം. അപ്പം നമ്മുടെ ചക്ക അട ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം. ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. എന്തായി എന്ന് നോക്കാം. ഏറെക്കുറെ വെന്തിട്ടുണ്ടെന്ന് തോന്നുന്നു. നമുക്കൊരു സ്പൂൺ എടുത്തിട്ട് ഒരെണ്ണം എടുത്തൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ അട ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഓപ്പൺ ചെയ്ത് നോക്കാം. വാവ്, നല്ല സൂപ്പറായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം നല്ലപോലൊക്കെ വെന്തിട്ടുണ്ട്. ഈ ചക്ക എല്ലാം പുഴുകി നല്ല ആവിക്കിരുന്ന് എല്ലാം വെന്തിരിക്കുകയാണ്. ഈ സമയം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് എടുത്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യണം, ചക്ക അട ട്രൈ ചെയ്ത് നോക്കുക. ചക്ക ഏതെല്ലാം രൂപത്തിൽ കഴിച്ചാലും ഏറ്റവും നല്ല ഒരൈറ്റമാണ്. യാതൊരു വിഷാംശവും ഇല്ല. എപ്പോഴും ഞാൻ പറയുന്നത് പോലെ നാച്ചുറലായിട്ടുള്ള ഒരൈറ്റമാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടെങ്കിൽ എന്ത് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. നല്ല ചൂടാണ്. ഇത് കണ്ടോ, ഇതിനുള്ളിൽ ഇങ്ങനെ ചക്കയുടെ പീസ് വെന്ത് പുഴുകി ഇങ്ങനെ എടുത്ത് അത് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ഞാൻ അരിഞ്ഞിട്ടത്. അല്ലാതെ അരച്ച് ചേർക്കുന്നത് നല്ല ടേസ്റ്റ് തന്നെയാണ്. അല്ലാന്നല്ല പറയുന്നത്, അത് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തോളുക. അപ്പം എന്ത് ചെയ്യണം, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ജോളി റജി സൂപ്പർ വ്ളോഗ്, നമ്മുടെ ചാനലിൻ്റെ നെയിം. ചാനൽ ആദ്യമായിട്ട് കാണുന്ന പ്രിയപ്പെട്ടവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതിൻ്റെ തൊട്ടടുത്തുള്ള ഓൾ ബട്ടണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കണം കേട്ടോ. അപ്പോഴേ ഞാനിടുന്ന വീഡിയോസ് അപ്പം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പം ഇതുപോലെ ഹെൽത്തി ആയിട്ടുള്ള ഒരൈറ്റമായിട്ട് ഞാൻ വീണ്ടും വരാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.